കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, ഒടുവിൽ തീരുമാനം എത്തിയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാർ പുറത്ത്, ബറ്റാലിയന്റെ മാത്രം ചുമതല. എന്താണ് പ്രതികരണം? അല്ല, ഇത് വൈകിട്ടാണെങ്കിലും അങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഗവൺമെന്റ് അത് നിയമപരമായ എല്ലാ ചട്ടവട്ടങ്ങളും പാലിച്ചിട്ടാണ് ചെയ്തതെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ളത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് സംബന്ധിച്ച് ശരിയായ നടപടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് എന്തായാലും അത് ഉണ്ടായതിൽ സന്തോഷം. സുനിൽകുമാർ, രണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റമെന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്നു. അതിലൊന്ന് DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും മറ്റൊന്ന് SITയുടെ റിപ്പോർട്ടുമാണ്. DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായ റിപ്പോർട്ടാണ്. അതിൽ ADGPക്ക് വീഴ്ച വന്നതായി പറയുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാഥമികമായ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെയുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനിലേക്ക് പോകേണ്ടിയിരുന്നില്ലേ? ഇതൊരു ട്രാൻസ്ഫർ മാത്രമാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അല്ല, അത് നടപടിയായി തന്നെ കാണണം. ഒരാളെ ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ നിന്ന് മാറ്റി അപ്രധാനമായ തസ്തികയിലേക്ക് നിയമിക്കുക എന്ന് പറയുന്നത് അത് നടപടി തന്നെയാണ്. അത് ഇപ്പോ ചെന്നിത്തല പറയുന്നതിനോട് എനിക്ക് ആ അർത്ഥത്തിൽ യോജിപ്പുള്ള ആളല്ല. അത് രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം മാത്രമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം DGP അന്വേഷിക്കുന്ന ഒന്നാണ്. അത് ADGPയുടെ ഇക്കാര്യത്തിലുള്ള വീഴ്ച സംബന്ധിച്ച കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിന് അന്തിമ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും കൂടെ വരുന്നതോട് കൂടിയിട്ട് കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് ഗവൺമെന്റ് പോകേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ആ റിപ്പോർട്ട് കൂടെ പരിപൂർണമായ അർത്ഥത്തിൽ വരുമ്പോഴാണ് നമുക്കതിൽ അഭിപ്രായം പറയാൻ പറ്റും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ഈ പൂരം കലക്കൽ നടന്നത് ഏപ്രിൽ 19-നാണല്ലോ. 2023 മെയ് 22-നാണല്ലോ ദത്താത്രേയ ഹൊസബളയെ ADGP അജിത് കുമാർ കാണുന്നത്, ഏതാണ്ട് ഒരു വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ, ഈ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അന്ന് തന്നെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നൊക്കെ മാറ്റിയിരുന്നെങ്കിൽ ഈ പൂരം കലക്കൽ പോലുള്ള വളരെ അപകടകരമായ ഒരു കാര്യം സംഭവിപ്പിക്കാതിരിക്കാനുള്ളൊരു മുൻകരുതലാകുമായിരുന്നു അത്. അവിടെയൊക്കെ വലിയ വീഴ്ചയല്ലേ വരുത്തിയത് ഇടതുപക്ഷ സർക്കാർ? ഞാൻ പറയുന്നത് ഇടതുപക്ഷം സർക്കാർ എന്നല്ല, ആഭ്യന്തര വകുപ്പ് വലിയ വീഴ്ചയല്ലേ വരുത്തിയത്? ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി വലിയ വീഴ്ചയല്ലേ വരുത്തിയത്? ഉണ്ണി, അത് ഈ RSSന്റെ നേതാവ് 2023 നടത്തി കൂടിക്കാഴ്ച ഈ പൂരം അലങ്കോലപ്പെടുത്താൻ ഉള്ളതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമായിരിക്കില്ല. കാരണം അതൊരു മറ്റു തലത്തിലേക്ക് നമ്മൾ അതിനെ കണ്ടെത്തി വരും. അതൊരു അലങ്കോലപ്പെടുത്താൻ വേണ്ടി 2023 അല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ, അതായത് RSSുമായി ചങ്ങാത്തം കാണിക്കുന്ന ഒരാൾ, അയാൾ ക്രമസമാധാന ചുമതലയുടെ ഉദ്യോഗസ്ഥനായിരിക്കുകയും ചെയ്യുന്നു, പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനായിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരാളൊക്കെ അവിടെ നിന്നാൽ തന്നെ പ്രശ്നമല്ലേ? അതാ ചോദ്യം. അല്ല, അതാണല്ലോ പറഞ്ഞത്. അത് അന്വേഷിക്കണല്ലോ. DGP വളരെ പ്രാഥമികമായ നിലയിൽ തന്നെ അവിടെ വിളിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ അനുകൂലപ്പെട്ടതിന് പിന്നിൽ മറ്റു പല ഘടകങ്ങളും, ആ ഘടകങ്ങളെല്ലാം ഈ ത്രിതല അന്വേഷണത്തിൽ പുറത്തു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം അത് ഏത് ഘടകത്തിൽ പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും സംഘപരിവാർ ശക്തികൾക്ക് അതിന്റെ പിന്നിൽ വലിയ പങ്കുണ്ടെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ അതിന് സഹായകമായ നിലപാടുകൾ ആരൊക്കെ സ്വീകരിച്ചു, അങ്ങനെ ഒരു ആ അർത്ഥത്തിൽ അവകാശം നയിക്കുന്ന രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചു എന്നതും കൂടി എല്ലാ അർത്ഥത്തിലും അന്വേഷിക്കാൻ തരണമെന്നതാണ് എന്റെ അഭിപ്രായം. അല്ല, അങ്ങ് ഈ രാഷ്ട്രീയമൊക്കെ വളരെ ഗൗരവത്തിൽ വിശകലനം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്കം സുനിൽകുമാർ ശ്രദ്ധിച്ചോ? ഈ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM ഒക്കെ ഈ BJPക്ക് വേണ്ടിയിട്ട് അന്തർധാരയുണ്ടാക്കി ചില പണികളെടുക്കുന്നു എന്ന രീതിയിലൊരു പ്രചാരണം ശക്തിപ്പെടുകയും അത് ന്യൂനപക്ഷങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട് ഇന്ന് കേരളത്തിൽ. ആ പൊളിറ്റിക്കലായിട്ടുള്ള ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും രൂപപ്പെടാൻ പോവുകയാണ് കേരളത്തിൽ. അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സുനിൽകുമാറിനെ പോലെ ഈ പറയുന്ന ഈ രാഷ്ട്രീയമൊക്കെ വളരെ വിശകലനം ചെയ്യുന്ന ഒരാൾ അത് ശ്രദ്ധിക്കുന്നില്ലേ? അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ പിന്നെ ഏത് തരത്തിലൊക്കെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ തകർക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം കഴിഞ്ഞ ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, ഒന്നാം ഗവൺമെന്റ്, രണ്ടാം ഗവൺമെന്റ് കാലത്തിൽ ഇതൊക്കെ നടത്തുന്നു. രണ്ടാം ഗവൺമെന്റ് കാലമാകുമ്പോഴേക്കും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിൽ വരുമ്പോ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ മതേതര ശക്തികളുടെ പിന്തുണ, അത് മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, മതേതര ശക്തികളെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ടാണ് ആ ഗവൺമെന്റിനെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളത്. അതിന്റെ ആ ഒരു പ്രതിച്ഛായ തകർക്കപ്പെടാനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രതിച്ഛായ എന്ന് പറയും കൃത്രിമമായിട്ടുണ്ടാകുന്ന കാര്യമല്ല, അത് ജനുവിനായിട്ട് വരേണ്ട ഒരു കാര്യമാണ്.
ആ ജെനുവിനായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ വളരെയായിട്ട് ജെനുവിനിറ്റി എന്ന് പറയുന്നത് അത് വർഗീയമായി ചർച്ച ചെയ്ത എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്രതിരോധ്യമായിട്ടുള്ള അതിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധം അതാണ്. അത് ഒരിക്കലും അതിനെ ദുർബലപ്പെടുത്തുന്ന നിലയിലേക്ക് ഇടതുപക്ഷം പോകാൻ പാടില്ല എന്ന് സിപി എപ്പോഴും പറയുന്ന കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ശ്രമങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇന്റഗ്രിറ്റി ഇടതുപക്ഷ രാജ്യത്തിന് കാണിക്കണം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷ രാജ്യത്തിന് സാധ്യതയുള്ളത്. സിപിഐയും RSS അല്ലെങ്കിൽ ഈ പിന്നെ ADCP തമ്മിലുണ്ടായിരുന്ന കൂടിക്കാഴ്ച സംബന്ധിച്ച് CPI നിലപാട് വ്യക്തമാക്കിയതും വിട്ടുവീഴ്ചയില്ല നിലപാടിൽ പോയതും ആ അർത്ഥത്തിലാണെന്നും കൂടി എനിക്ക് മനസ്സിലാക്കാം.